അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വൈകിട്ടത്തെ കുറച്ച് മൊമെൻറ്റ്സാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ മൂസാ നബിയുടെ ചരിത്രത്തിൻ്റെ ബാലൻസ് കൂടി പറയാനുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നുണ്ട്. അസ്സറൊക്കെ നിസ്കരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത്. നിസ്കരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൊറിയർ വന്നായിരുന്നു. ഞാൻ വിചാരിച്ച് അത് ഓപ്പൺ ആക്കുന്നത് വീഡിയോ എടുക്കാമെന്ന്. ഞാനിടുന്ന വീഡിയോ ഒക്കെ കണ്ട് എൻ്റെ ഇത്താടെ ഫ്രണ്ട് എനിക്ക് ഖുറാൻ ജേർണലിങ് ചെയ്യാൻ ഒരു ജേർണൽ ബുക്ക് ഓർഡർ ചെയ്തായിരുന്നു. ജേർണൽ ബുക്കായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ സെൻഡ് ചെയ്തവർക്ക് പ്രോഡക്റ്റ് മാറിപ്പോയി. ബാഗായിരുന്നു ഇതിനുള്ളിൽ. അതുകൊണ്ട് പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി തിരിച്ച് പാക്ക് ചെയ്ത് തന്നെ വെച്ചു. നമ്മളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പൊടി ഉണ്ടാക്കും, ചായയുടെ കൂടെയൊക്കെ കുടിക്കുന്ന. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അത് ഉണ്ടാക്കാമെന്ന്. എല്ലാവരുടെ വീട്ടിലും ഇത് ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷേ ഞാൻ വിചാരിച്ചു ഇത് വീഡിയോയിൽ കൂടെ കാണിക്കാമെന്ന്. റോസരി വെച്ചാണ് ഞാൻ ഈ പൊടി ഉണ്ടാക്കുന്നത്. ഇത് കഴുകിയിട്ട് പിന്നെ വറുക്കാനിടും. വറുക്കുമ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവും. എല്ലാ അരിയും മൂത്ത് ചുമക്കുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് തണുക്കാൻ വെക്കണം. അരി തണുത്ത് കഴിയുമ്പോഴത്തേക്കും മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ ശർക്കരയും തേങ്ങയും കൂടെ ഇട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഈ പൊടിയും ശർക്കരയും തേങ്ങയും കൂടെ ഇട്ട് കുഴയ്ക്കണം. അപ്പോഴത്തേക്കും റെഡിയാവും കഴിക്കാൻ. യാക്കൂബ് നബിയുടെ പിൻഗാമികളായ ജനങ്ങളെയും കൊണ്ട് മൂസാ നബിയും മൂസാ നബിയുടെ സഹോദരനായ ഹാറൂനും കൻആനിലേക്ക് പോകുന്ന സന്ദർഭമായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലേക്ക് പറഞ്ഞത്. ആ ജനങ്ങളെ ഇസ്രായേലി ജനങ്ങളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൻആനിലേക്ക് പോകുന്ന വഴി അവർ സീനായി പർവ്വതത്തിൻ്റെ പ്രദേശത്തെത്തുകയും മൂസാ നബി താൻ പണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് സംസാരിച്ച തൂർ പർവ്വതത്തെക്കുറിച്ച് ഓർക്കുകയും ഒന്നുകൂടി തൂർ പർവ്വതം കയറാൻ തീരുമാനിക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് 40 ദിവസത്തെ നോമ്പനുഷ്ഠിച്ച് തൂർ പർവ്വതം കയറുകയും അപ്പോൾ സഹോദരനെ ഏൽപ്പിച്ചു പോയ ഇസ്രായേലി ജനങ്ങളൊക്കെ വിഗ്രഹാരാധനകൾ തുടങ്ങിയതുവരെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിലേക്ക് പറഞ്ഞത്. മൂസാ നബി തൂർ പർവ്വതത്തിൽ വെച്ച് അള്ളാഹുവിനോട് സംസാരിക്കുകയും ഇസ്രായേലി ജനങ്ങളെ ഭരിക്കുവാനുള്ള തൗറാത്ത് എന്ന ഗ്രന്ഥം അള്ളാഹു മൂസാ നബിക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ മൂസാ നബി അള്ളാഹുവിനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ സന്ദർഭം സൂറത്തുൽ അറാഫിലെ 143 ആയത്തായ ഫലമ്മാ ജാഅ മൂസാ ലിമീഖാത്തിനാ വകല്ലമഹു എന്ന് തുടങ്ങുന്ന ആയത്തിൽ പറയുന്നുണ്ട്. മൂസാ നബി കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, നിനക്കെന്നെ കാണാൻ കഴിയുകയില്ലെന്നും ആ പർവ്വതത്തിലേക്ക് നോക്കൂ, ആ പർവ്വതം അവിടെ തന്നെ ഉണ്ടെങ്കിൽ നിനക്കെന്നെ കാണാൻ കഴിയുമെന്നും പറഞ്ഞു. അള്ളാഹുവിൻ്റെ പ്രകാശം ആ പർവ്വതത്തിലേക്ക് എത്തിയതും ആ പർവ്വതം ഭസ്മമായി പോവുകയും മൂസാ നബിയും ബോധരഹിതനാവുകയും ചെയ്തു. ബോധമുണർന്നപ്പോൾ മൂസാ നബി അള്ളാഹുവിനെ വാഴ്ത്തുകയും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനിൽ ഞാൻ ആദ്യനാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ മൂസാ നബി തൂർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി സഹോദരനെയും ഇസ്രായേൽ ജനങ്ങളുടെയും അടുത്തേക്ക് വന്നു. അപ്പോഴാണ് കാണുന്നത് അവിടുത്തെ ജനങ്ങളെല്ലാം വിഗ്രഹാരാധനയ്ക്ക് അടിമപ്പെട്ടു എന്ന്. ഇത് കണ്ട് കോപിതനായ മൂസാ നബി സഹോദരനായ ഹാറൂനെ ചോദ്യം ചെയ്യുകയും അവരെ എതിർത്തിരുന്നെങ്കിൽ അവർ എന്നെ കൊന്നുകളഞ്ഞേനെ എന്ന് സഹോദരൻ പറയുകയും ചെയ്തു. ഈ തെറ്റിന് ഇസ്രായേൽ ജനങ്ങൾക്ക് അള്ളാഹു കടുത്ത ശിക്ഷ കൊടുക്കുമെന്ന് മൂസാ നബിക്ക് അറിയുമായിരുന്നു. അങ്ങനെ മൂസാ നബി പശ്ചാത്താപം ചെയ്യുവാൻ വേണ്ടി ഓരോ ഗോത്രക്കാരിൽ നിന്നും മുതിർന്ന പൗരന്മാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് തൂർ പർവ്വതത്തിൽ കയറി. അവിടെ വെച്ച് മൂസാ നബി അള്ളാഹുവിൻ്റെ അടുത്ത് സംസാരിക്കുകയും ഇത് ഇസ്രായേൽ ജനങ്ങൾ കേൾക്കുകയും ചെയ്തു. പക്ഷേ ഇസ്രായേലി ജനങ്ങൾ മൂസാ നബിയോട് പറഞ്ഞു, അള്ളാഹുവിനെ കാണാതെ ഞങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ വിശ്വസിക്കുകയില്ലെന്ന്. ഇസ്രായേലി ജനങ്ങളെ കൊണ്ട് മൂസാ നബി ഒരുപാട് കഷ്ടപ്പെട്ടു. അവരെ തെറ്റുകൾ കൊണ്ട് തന്നെ ഒരിക്കലും അവർക്ക് അള്ളാഹു കൻആനിലേക്ക് പ്രവേശനം കൊടുത്തതുമില്ല. ഒരുപാട് നാൾ അവർ മരുഭൂമിയിൽ അലഞ്ഞു. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം ഹാറൂൻ നബി അലൈഹിസ്സലാം വഫാത്താവുകയും ചെയ്തു. പിന്നീട് കുറച്ച് നാൾക്ക് ശേഷം മൂസാ നബിയും പുണ്യഭൂമിയിൽ വെച്ച് വഫാത്താവുകയും ചെയ്തു. അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ച പ്രവാചകനായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം. ഞാൻ പൊടിയൊക്കെ ഉണ്ടാക്കിയ ശേഷം ചായ കുടിച്ചു, പിന്നെ പൊടിയും കൂടെ കഴിച്ചായിരുന്നു. ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കും. എന്നിട്ട് വെയിൽ കൊള്ളാൻ വേണ്ടി വെച്ചേക്കുന്ന ഈ ടേബിളിൽ വെക്കുന്ന ചെടി എടുത്ത് തിരിച്ച് ടേബിളിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഞാൻ ഇതിനും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും മഗ്‌രിബിൻ്റെ ബാങ്കൊക്കെ കേൾക്കും. അപ്പോൾ ഞാൻ മഗ്‌രിബൊക്കെ നിസ്കരിച്ച് ദിക്റൊക്കെ ചൊല്ലി ദുആയൊക്കെ ഓതി ഖുർആനൊക്കെ ഓതും. ഞാനിനി നിങ്ങൾക്ക് എൻ്റെ ദുആ ബുക്കിൽ ഒരു വലിയ ദുആ പറഞ്ഞു തരാം.
ഹദീസിൽ അബൂ ഷുറൈഹ് അൽ ഖുദ്രി റളിയല്ലാഹു തആല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ക്ഷമ ചോദിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായ ദുആ ആണെന്ന്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മാ സ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, നീയാണ് എൻ്റെ രക്ഷിതാവ്, നീയല്ലാതെ ആരാധനയ്ക്ക് അർഹൻ ഒരാളുമില്ല. നീയാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്നുടെ അടിമയാണ്. കഴിഞ്ഞിടത്തോളം ഞാൻ നിന്നോടുള്ള ഉടമ്പടിയിലും വാഗ്ദാനത്തിലും ഉറച്ചു നിൽക്കുന്നു. ഞാൻ ചെയ്ത തെറ്റുകളുടെ ദോഷങ്ങളിൽ നിന്ന് നിന്നോട് അഭയം തേടുന്നു. നീ തന്നെയാണ് എനിക്ക് അനുഗ്രഹം നൽകിയവൻ. എൻ്റെ പാപങ്ങളും ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് എന്നെ ക്ഷമിക്കണമേ, കാരണം നീയല്ലാതെ ആരും പാപങ്ങളെ ക്ഷമിക്കുകയില്ല. ഇതാണ് ഈ ദുആയുടെ അർത്ഥം. ഈ ബാഗ് എനിക്ക് എൻ്റെ ഇത്ത വാങ്ങിത്തന്നതാണ്. നാളെ എനിക്ക് എൻ്റെ കോളേജിലെ ഗ്രാജുവേഷനാണ്. അപ്പോൾ ഈ ബാഗ് ഞാൻ നാളെ ഇടാമെന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.